നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതി. എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാതെ തറക്കല്ലിടാനാകില്ലെന്ന് സംയുക്ത സമരസമിതി. ഈ മാസം 22-ന് തൊഴിലാളികളുടെ കളക്ടറേറ്റ് മാർച്ച്. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം. മീനമാസത്തിലെ 4-ാം തീയതിയിലെ ഉത്സവ ദിനത്തിൽ ഇത്തവണയും ആയിരങ്ങൾക്ക് അന്നമൂട്ടി അടിയ സമുദായം. അന്നദാനം ജില്ലയിലെ 300ഓളം അടിയസ് ഉന്നതികൾ ഉൾപ്പെടുന്ന അടിയാർ സാംസ്കാരിക സാമുദായിക സമിതിയുടെ നേതൃത്വത്തിൽ. പാരമ്പര്യ ശരികൾ കൈവിടാതെ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം. മേപ്പാടി ഏലവയലിലെ പഞ്ചായത്ത് കിണർ അപകടാവസ്ഥയിൽ. കിണറിനോട് ചേർന്ന് 15 അടിയോളം താഴ്ചയിൽ മണ്ണിടിഞ്ഞ നിലയിൽ. അപകട ഭീഷണി ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. കാട്ടാനപ്പേടിയിൽ കുമഴി നിവാസികൾ. സന്ധ്യ മയങ്ങിയാൽ കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീടിന് സമീപം കാട്ടാന എത്താതിരിക്കാൻ പ്ലാവുകളിലെ ചക്ക വരെ വെട്ടിമാറ്റി പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിക്കായി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നത് പ്രതിസന്ധിയിൽ. എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാതെ തറക്കല്ലിടാനാകില്ലെന്ന് സംയുക്ത സമരസമിതി. 22-ന് തൊഴിലാളികൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ എസ്റ്റേറ്റ് ഭൂമിയിൽ നിന്നും തൊഴിലാളികൾ ഇറങ്ങില്ലെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി മുഖ്യമന്ത്രി നേരിട്ടെത്തി തറക്കല്ലിടുന്നത് മാർച്ച് 27-ന്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കൽ അന്തിമ ഘട്ടത്തിലാണ്. എന്നാൽ തോട്ടത്തിലെ തൊഴിലാളികളുമായോ തൊഴിലാളി സംഘടനകളുമായോ മാനേജ്മെന്റോ സർക്കാരോ ഔദ്യോഗികമായി ഇതുവരെയും ചർച്ചകൾ നടത്തിയിട്ടുമില്ല. PF ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്കും പിരിഞ്ഞുപോയവർക്കും ലഭിക്കാനുണ്ട്. ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതോടെ പിന്നീട് ഈ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നഷ്ടമാകും. അതിനാൽ തന്നെ മുഖ്യമന്ത്രി തറക്കല്ലിടും മുൻപ് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ഉറപ്പു വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഒരു പുതിയ പ്രശ്നം വീണ്ടും ഇതിന്റെ ഭാഗമായി രൂപം കൊള്ളാതിരിക്കാനുള്ള ജാഗ്രത ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടർ പ്രക്ഷോഭങ്ങളെ തന്നെ ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ആവശ്യമുന്നയിച്ച ഈ മാസം 22-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ഇത് വലിയ ഗുരുതരമായ വിഷയമാണല്ലോ. ഇവിടെ ഒരു തറക്കല്ല് മുഖ്യമന്ത്രി ഇടാൻ പോകുന്നു. ഈ വിഷയമാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം. എന്ത് ചെയ്യുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചർച്ച ചെയ്യണ്ടേ? ഒരു പരിഹാരം വേണ്ടേ? CITU, INTUC, HMS ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും സംയുക്തമായാണ് സമരത്തിന് തയ്യാറെടുക്കുന്നത്. തൊഴിൽ മന്ത്രി ആവശ്യപ്പെട്ടിട്ട് പോലും തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തൊഴിലാളികളുമായി ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി തറക്കല്ലിടുന്നതിന് 3 ദിവസം മുൻപാണ് തിരുവനന്തപുരത്ത് ചർച്ച നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഒഴിയാതെയുള്ള ശക്തമായ സമരത്തിലേക്ക് തൊഴിലാളികൾ നീങ്ങുമെന്ന് നേതാക്കൾ പറയുന്നു. പുനരധിവാസ പദ്ധതിയോട് എതിർപ്പില്ല. എന്നാൽ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയുള്ള നടപടി അംഗീകരിക്കാനാകില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. സംയുക്ത സമരസമിതിയുടെ ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം ഉണ്ട്. അതിലിപ്പോൾ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ കിട്ടാണ്ട് ഇവിടെ ഒരു സംഭവം നടക്കാൻ ഞങ്ങൾ തൊഴിലാളികളെ അനുവദിക്കില്ല. കാരണം ഞങ്ങളിവിടെ ഒഴിവാക്കിയിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിൽ ആയിരങ്ങളെ അന്നമൂട്ടി അടിയ സമുദായം. എല്ലാ വർഷവും മീനം 4-ന് വള്ളിയൂർക്കാവിലെ അന്നദാനത്തിന് ഇവരാണ് നേതൃത്വം നൽകുക. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനായി 5 കിൻഡൽ അരിയും വിവിധ കാർഷികോൽപ്പന്നങ്ങളും ഇവർ കാവിലെത്തിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ 300ഓളം അടിയ ഉന്നതികൾ ഉൾപ്പെടുന്ന അടിയാർ സാംസ്കാരിക സമുദായ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അന്നപൂർണേശ്വരി ഹാളിൽ അന്നദാനം നടത്തിയത്. ചോറും സാമ്പാറും കൂട്ടുകറിയും പായസവുമെല്ലാമായി ആയിരങ്ങളെ അന്നമൂട്ടുന്നതിന്റെ തിരക്കിലായിരുന്നു ഇവർ. ഇന്നലെ വൈകുന്നേരമാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനാവശ്യമായ അരിയും മറ്റ് സാമഗ്രികളും ഇവർ കാവിലെത്തിച്ചത്. എല്ലാ വർഷവും മീനം 4-നാണ് വള്ളിയൂർക്കാവിലെ അന്നദാനത്തിന് ഇവർ നേതൃത്വം നൽകുക. ഇവ കാവിലെത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ജനുവരി മാസത്തിൽ തന്നെ തുടങ്ങും. എല്ലാ വർഷവും
4-ാം തീയതി ശ്രീ വള്ളിയൂർക്കാവിൽ ഒരു അന്നദാനം നടത്തുന്നുണ്ട്. അടിയാർ സാംസ്കാരിക സമിതി വയനാട്ടിലെ എല്ലാ അടിയാർ വിഭാഗങ്ങളും ചേർന്നാണ് ഇത് നടത്തുന്നത്. ഈ വർഷം ഞങ്ങൾ 5 കിൻഡിൽ അരിയും അതിനുള്ള സാധനങ്ങളും പല വ്യഞ്ജനങ്ങളും ഞങ്ങൾ കോളനികളിൽ നിന്ന് ശേഖരിക്കും. 3-ാം തീയതി ഇവിടെ എത്തിക്കും. 4-ാം തീയതി ഭക്ഷണം ഞങ്ങളിവിടെ അന്നദാനം നടത്തും. പിന്നെ വിളമ്പുന്നത് ഞങ്ങൾ തന്നെയാണ്, വെപ്പുകാരാണ്, പിന്നെ അമ്പലക്കാർ തന്നെയാണ് വെക്കുന്നത്. അടിയ ഉന്നതികളിൽ കമ്മിറ്റികൾ വിളിച്ച് ആസൂത്രണം നടത്തും. ഭക്തജനങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഇവരിൽ നിന്നും എല്ലാ വർഷവും ഈ അന്നം സ്വീകരിക്കുന്നത്. അന്നദാനത്തിന് സന്നദ്ധരായി പലരും എത്തുന്നുണ്ടെങ്കിലും മീനമാസത്തിലെ 4-ാം തീയതി നടക്കുന്ന അന്നദാനത്തിന് അടിയ സമുദായ അംഗങ്ങൾ നേതൃത്വം നൽകുന്ന പാരമ്പര്യത്തിന് ഇന്നും കോട്ടം തട്ടിയിട്ടില്ല. മലനാട് ന്യൂസ്, മാനന്തവാടി. മേപ്പാടി ഏലവയൽ പുഴമൂലയിലുള്ള പഞ്ചായത്ത് കിണറിന് ചുറ്റും മണ്ണിടിഞ്ഞ് 15 അടിയോളം താഴ്ന്ന നിലയിൽ. അപകട ഭീഷണി ഉയർന്നതായി പരാതി. ഒരാൾ വീണാൽ 15 അടിയോളം താഴ്ചയിലേക്ക് പതിക്കാവുന്ന തരത്തിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്ന പ്രദേശത്തുകാരുടെ ആവശ്യത്തിന് നേരെ പഞ്ചായത്ത് അധികൃതർ പുറം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ആക്ഷേപം. ഏലവയൽ പ്രദേശത്തുള്ള 9 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറിന്റെ ചുറ്റും അപകടം പതിയിരിക്കുന്നു എന്നാണ് കുടുംബങ്ങളുടെ പരാതി. നിർമ്മാണ പ്രവൃത്തിയിലെ അപാകത മൂലമാണ് പ്ലാറ്റ്ഫോമിനടിയിലെ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് കിണറിന്റെ വശങ്ങൾ. കിണറിന്റെ അടുത്തു വരുന്ന കുട്ടികളെങ്ങാനും കാൽ വഴുകി വീണുപോയാൽ ജീവൻ വരെ തിരിച്ചു കിട്ടില്ല എന്ന ഭയവും നാട്ടുകാർക്കുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവം പഞ്ചായത്ത് അധികൃതരെ ധരിപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. പുഴമൂല ഭാഗം എന്ന് പറയും. ഇവിടെ ഞങ്ങൾ 9 വീട്ടുകാരെ താമസിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ ഒരു കിണർ, ഈ കിണറ്റിലെ വെള്ളമാണ് ഞങ്ങൾ 9 വീട്ടുകാർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിണറിനകത്ത് പുറം ഭാഗം മൊത്തം മണ്ണ് ഇറങ്ങിപ്പോയിട്ട് ഒരു 15-16 അടി താഴ്ചയിലേക്ക് മണ്ണ് ഇറങ്ങിപ്പോയിട്ട് 3 വർഷത്തിൻ്റെ മേലെയായി. ഞങ്ങൾ മെമ്പറെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങളിത് കാണിച്ചു. മെമ്പർ പഞ്ചായത്തിൽ നിന്ന് എയിനെ കൊണ്ടുവന്ന് കാണിച്ചു. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞ് ഇന്നേ വരെ ഇതിനൊരു നടപടിയോ ഒരു മണ്ണിട്ട് നേർത്തുന്ന സൈഡ് കോൺക്രീറ്റ് ചെയ്യാനോ മെമ്പറോ പഞ്ചായത്ത് അധികൃതരോ തയ്യാറായിട്ടില്ല. വേനലടുത്തതോടെ കിണറിലെ വെള്ളം കുറവായതിനാൽ കുടുംബങ്ങൾക്ക് ജലക്ഷാമവും നേരിടുന്നുണ്ട്. വിഷയം ഗൗരവമായി എടുത്ത് പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. കാട്ടാനപ്പേടിയിൽ കുമഴി നിവാസികൾ. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട ഇവിടെ സന്ധ്യ മയങ്ങിയാൽ കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ ആളുകൾ ഭയപ്പെടുകയാണ്. വീടുകൾക്ക് സമീപം കാട്ടാന എത്താതിരിക്കാൻ പ്ലാവുകളിലെ ചക്കകൾ വരെയാണ് പ്രദേശവാസികൾ വെട്ടിക്കളയുന്നത്. മുത്തങ്ങയിലെ വനഗ്രാമമായ കുമഴിയിലാണ് കാട്ടാനശല്യം അതിരൂക്ഷമാകുന്നത്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടെ സന്ധ്യ മയങ്ങിയാൽ കാട്ടാനകളെ ഭയന്ന് നാട്ടുകാർ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പതിവായി കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തുകയാണ്. ചക്ക സീസൺ ആരംഭിച്ചതോടെയാണ് കാട്ടാനശല്യം വർദ്ധിച്ചിരിക്കുന്നത്. ശല്യമാണ്. ഈ പ്ലാവിൽ മൊത്തം ചക്കയായിരുന്നു. ആ ചക്ക വീഴെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതിൽ ഞങ്ങൾ കുറേ വെട്ടിക്കളഞ്ഞു. ലാസ്റ്റ് അത് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. 7 മണിയാകുമ്പോഴേക്കും ആന എത്തുകയാണ്. രാവിലെ 6 മണിയാകുമ്പോഴാണ് തിരിച്ചു വന്നത്. ഇതോടെ വീടുകൾക്ക് സമീപമുള്ള പ്ലാവുകളിൽ നിന്നും ആളുകൾ ചക്ക വെട്ടി നീക്കാനും തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടെ കൃഷിയിടങ്ങളിലിറങ്ങുന്ന കാട്ടാനകൾ നേരം പുലർന്നാലാണ് തിരികെ വനത്തിൽ പ്രവേശിക്കുന്നത്. ഇതോടെ പുറം ലോകത്തേക്കുള്ള ആളുകളുടെ സഞ്ചാരവും നിലച്ചിരിക്കുകയാണ്. മലനാട് ന്യൂസ്, ബത്തേരി. പല ഭാഗങ്ങളിലും കല്ലുകൾ അടർന്ന് ഏത് സമയവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ. ഇനി വരാനുള്ളത് വേനൽ മഴയുടെ നാളുകളെന്നിരിക്കെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര അപകട ഭീതിയിലാകും. വലിയൊരു ദുരന്തത്തിനായി കാത്തിരിക്കാതെ അടിയന്തരമായി മതിൽ പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മതിലാണ് ഇപ്പോൾ തകർച്ചാ ഭീഷണി നേരിടുന്നത്. 200 മീറ്റർ ദൂരത്തിലുള്ള മതിൽ പല ഭാഗത്തും കല്ലുകൾ അടർന്നും റോഡിലേക്ക് തള്ളിയും ഒരു മഴ പെയ്താൽ തകരുന്ന അവസ്ഥയിലായിട്ട് വർഷങ്ങളേറെയായി. ഇപ്പോൾ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ തലയ്ക്ക് മുകളിലെ ദുരന്ത സാധ്യത അറിയാതെ മതിൽ ചേർന്നാണ് കുട്ടികൾ നടന്നു പോകുന്നത്. കാക്കവയൽ സ്കൂൾ ഒരു ദുരന്തത്തിന് കാത്തിരിക്കുകയാണ്. മതിലിടിഞ്ഞ് ഏത് സമയത്തും നിലം പൊത്തും. നിരവധിയായ സ്കൂൾ കുട്ടികൾ നടന്നു പോവുകയാണ്. ഇതിനെതിരെ ശക്തമായ ഒരു സമരപരിപാടിയുമായിട്ട് രംഗത്തിറങ്ങും ഇവിടുത്തെ നാട്ടുകാർ.
2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളിൽ അധികവും ഇതുവഴി നടന്നാണ് സ്കൂളിലേക്കും തിരികെയും പോകുന്നത്. ഈ ദുരന്താവസ്ഥയിലെത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ കനത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരും രക്ഷിതാക്കളും. പ്രദേശത്ത് ഡ്രൈനേജ് സൌകര്യമൊരുക്കി മതിൽ സുരക്ഷിതമാക്കി ഫുട്പാത്തും പണിയുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മീനങ്ങാടി. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ കനത്ത കാറ്റിൽ വാഴകൃഷി നശിച്ചു. നെന്മേനി പഞ്ചായത്തിലെ അരിമാനി ചിറ്റൂർക്കുന്ന് പ്രദേശത്തെ വാഴകൃഷിയാണ് നശിച്ചത്. കൃഷിനാശം സാമ്പത്തിക ബാധ്യത വരുത്തിയെന്നും നഷ്ടപരിഹാരം വേണമെന്നും കർഷകർ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് നെന്മേനി പഞ്ചായത്തിൽ നേന്ത്രവാഴ കൃഷി നശിച്ചത്. അരിമാനി ചിറ്റൂർക്കുന്ന് പ്രദേശത്ത് വ്യാപകമായി നേന്ത്രവാഴകൾ കനത്ത കാറ്റിൽ നിലംപൊത്തി. ചിറ്റൂർക്കുന്നിലെ ഗോത്ര കർഷകനായ മാച്ചിയുടെയും സമീപവാസികളുടെയും നൂറുകണക്കിന് നേന്ത്രവാഴകളാണ് നിലംപൊത്തിയത്. കാറ്റും കൊണ്ട് ഇവിടുന്ന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൊലക്കനായ വാഴ കൊലച്ച് വെള്ളം തിരിഞ്ഞ വാഴ പൊട്ടി മറിഞ്ഞ് വീണുപോയി. അതേമാതിരി അപ്പുറത്തെ പറമ്പിലും ഇതേമാതിരി തന്നെ വാഴ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ആ വാഴയും മറിഞ്ഞു കിടക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. കുലച്ചതും കുലക്കാറായതുമായ വാഴകൾ നശിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്തിലെ തന്നെ നമ്പിക്കൊല്ലി ഭാഗത്തും വ്യാപകമായ വാഴകൃഷി നശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. പിഞ്ചുകുട്ടികളുടെ വ്യത്യസ്തമായ കലാപരിപാടികളുമായി മീനങ്ങാടി ശിശുമന്ദിരത്തിന്റെ 35ാമത് വാർഷികാഘോഷം. പാട്ടും നൃത്തനൃത്യങ്ങളുമായി തകർത്താടി ശിശുമന്ദിരത്തിലെ കുഞ്ഞുകുട്ടികൾ. രമണി ടീച്ചറും സഹായിയും ചേർന്ന് ശിശുമന്ദിരത്തിലെ 30 കുട്ടികളെയും ചിട്ടയായ പരിശീലനം നൽകി അണിയിച്ചൊരുക്കിയാണ് കമ്മ്യൂണിറ്റി ഹാളിലെ വേദിയിലെത്തിച്ചത്. മീനങ്ങാടി ശിശുമന്ദിരത്തിന്റെ തുടക്കം മുതലുണ്ട് രമണി ടീച്ചർ. ടീച്ചർക്കിപ്പോൾ വയസ്സ് 65. ഇപ്പോഴും തുടരുകയാണ് തന്റെ കുട്ടികളുമായുള്ള ചങ്ങാത്തം. ഇതിനകം അനേകായിരങ്ങളെയാണ് അറിവിന്റെ ആദ്യാക്ഷരങ്ങളിലേക്ക് ടീച്ചർ കൈപിടിച്ചുയർത്തിയത്. ശിശുമന്ദിരത്തിലെ വാർഷികാഘോഷ കാഴ്ചകളൊന്ന് വേറെ തന്നെയാണ്. സ്വകാര്യ മേഖലയിലെ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളെ വെല്ലും ഈ സർക്കാർ സ്ഥാപനം. ചുവടുറയ്ക്കാത്ത കുഞ്ഞിളം കാലുകളിലെ നൃത്തച്ചുവടുകൾ കലാപ്രേമികളുടെ മനം കവരുന്നതായി. വീട്ടിലെ കുട്ടിക്കുറുമ്പന്മാരും കുറുമ്പികളും ടീച്ചറുടെ മുന്നിലെ അനുസരണയുള്ള കുട്ടികളായി വേദിയിൽ നിറഞ്ഞാടി. പിഞ്ചോമനകളുടെ പിഴയ്ക്കുന്ന ചുവടുകളും താളങ്ങളുമടക്കം ആസ്വദിച്ച് രക്ഷിതാക്കളും വേദിയെ സജീവമാക്കി. വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ ഉദ്ഘാടനം ചെയ്തു. പാഠ്യേതര മേഖലകളിൽ കുട്ടികൾക്ക് ഒരു അഭിരുചി രൂപപ്പെടുത്തിയെടുക്കാൻ എല്ലാം ഒരടിസ്ഥാനമായി നമ്മുടെ സ്ഥാപനത്തിന് മാറാൻ കഴിയുന്നുവെന്നും വിശിഷ്യ അവിടെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് അതിന് സാധിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ആദ്യാക്ഷരമധുരം പകർന്നു നൽകിയ രമണി ടീച്ചറെ കാലം എത്ര കഴിഞ്ഞാലും ആർക്കും മറക്കാനാവില്ലെന്നാണ് ചടങ്ങിനെത്തിയ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പറയുന്നത്. മലനാട് ന്യൂസ്, മീനങ്ങാടി. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ലോറി കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട് വനത്തിലേക്ക് പാഞ്ഞുകയറി. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് റോഡിലൂടെ പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയായിരുന്നു. ഈ സമയം നിയന്ത്രണം വിട്ട് റോഡിലൂടെ അതിവേഗം സഞ്ചരിച്ച ട്രക്ക് വനത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ലോറി മരത്തിലിടിച്ച് നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. ലോറിയുടെ ഡ്രൈവർക്കും ക്ലീനർക്കും നിസ്സാര പരിക്ക് പറ്റി. ഇവരെ കടലൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നിൽ സഞ്ചരിച്ച വാഹനയാത്രക്കാരാണ് അപകടത്തിന്റെ വീഡിയോ പകർത്തിയത്. കമ്പോള നിലവാരം.
കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 425, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 265, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 685, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 675, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 178, സ്വർണം പവന് 66,000, വെള്ളി ഗ്രാമിന് 98 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതി. എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാതെ തറക്കല്ലിടാനാകില്ലെന്ന് സംയുക്ത സമരസമിതി. ഈ മാസം 22-ന് തൊഴിലാളികളുടെ കളക്ടറേറ്റ് മാർച്ച്. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം. മീനമാസത്തിലെ 4-ാം തീയതിയിലെ ഉത്സവ ദിനത്തിൽ ഇത്തവണയും ആയിരങ്ങൾക്ക് അന്നമൂട്ടി അടിയ സമുദായം. അന്നദാനം ജില്ലയിലെ 300ഓളം അടിയസ് ഉന്നതികൾ ഉൾപ്പെടുന്ന അടിയാർ സാംസ്കാരിക സാമുദായിക സമിതിയുടെ നേതൃത്വത്തിൽ. പാരമ്പര്യ ശരികൾ കൈവിടാതെ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം. മേപ്പാടി ഏലവയലിലെ പഞ്ചായത്ത് കിണർ അപകടാവസ്ഥയിൽ. കിണറിനോട് ചേർന്ന് 15 അടിയോളം താഴ്ചയിൽ മണ്ണിടിഞ്ഞ നിലയിൽ. അപകട ഭീഷണി ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. കാട്ടാനപ്പേടിയിൽ കുമഴി നിവാസികൾ. സന്ധ്യ മയങ്ങിയാൽ കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീടിന് സമീപം കാട്ടാന എത്താതിരിക്കാൻ പ്ലാവുകളിലെ ചക്ക വരെ വെട്ടിമാറ്റി പ്രദേശവാസികൾ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു.